നമസ്കാരം. കുട്ടികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാവാനും പഠനത്തിലെ ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ട് നിത്യജപത്തിന് നമുക്ക് നിത്യമായിട്ട് കുട്ടികളെ ഒരു മന്ത്രം പഠിപ്പിച്ചെടുക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾക്ക് ജപിക്കാനായിട്ട് കാണാതെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അതുപോലെ തന്നെ നിത്യവുമായിട്ട് വൈകുന്നേരങ്ങളിലാണെങ്കിലും കുട്ടികൾക്ക് നിത്യജപത്തിന് ഒരു മന്ത്രം, സരസ്വതി മന്ത്രം നിത്യവുമായിട്ട് കുട്ടികളെ മാതാപിതാക്കൾ പഠിപ്പിച്ചെടുക്കുക. അവർക്ക് പഠനത്തിൽ ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഉന്മേഷവും എല്ലാം കൊണ്ടും അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കാറുള്ളത് നല്ലതാണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചാൽ തന്നെ ഞാനിത് ചെയ്തത് ശരിയാകും, ഞാനിത് ചെയ്ത് പഠിച്ചത് അപ്ലൈ ചെയ്താൽ ഇത് മാർക്ക് കിട്ടും, ഇത് ജയിക്കും, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികൾക്ക് നിത്യജപത്തിന് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അത് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിടുക കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും പിഴയാകാതിരിക്കാൻ വരപ്രസാദം തരണേ തായേ ദേവി സരസ്വതി. ഇതാണ് മന്ത്രം. വളരെ സിമ്പിളാണ് മന്ത്രം. കുട്ടികൾക്കൊന്ന് എഴുതിയെടുത്തിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. 2-3 ദിവസം കൊണ്ടൊക്കെ കുട്ടികൾ പഠിച്ചെടുക്കും. ഇത് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിടുക കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും പിഴയാകാതിരിക്കാൻ, പിഴയാകാതിരിക്കാൻ വരപ്രസാദം തരണേ തായേ ദേവി സരസ്വതി. ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 36 രാവിലെ തന്നെ കണ്ണടച്ച് കുട്ടികൾ ഒരു ദേവിയുടെ, ഒരു സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോയോ മറ്റോ വെച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് കുട്ടികൾ ജപിച്ചിട്ട് സ്കൂളിൽ പോട്ടെ. നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് അവർക്ക് വരും. കുറേ കാലം ഇത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, ഞാൻ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ എനിക്ക് തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റുമെന്ന്. അതിന് നിങ്ങളൊന്നൊരു പ്രചോദനമായിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ.